ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2 മിനിറ്റിൽ ഈസി ആയിട്ടുള്ളൊരു കീ ചെയിൻ ഉണ്ടാക്കിയെടുത്താലോ? അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ള വൂളൻ ത്രെഡ് എടുക്കാം, പിന്നെ ഒരു ഫോർക്കും. ഇനി വൂളൻ ത്രെഡിൻ്റെ ചെറിയൊരു പീസ് അതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഫോർക്കിലേക്കായിട്ട് ഇതേപോലെ ഇങ്ങനെ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കാം. 70 ടൈംസാണ് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കേണ്ടത്. ഇനി അതെടുത്ത് അതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം സൈഡിലേക്ക് വരുന്ന മാതിരി വൂളൻ ത്രെഡിൽ ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് ടൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ബാക്കിയുള്ള ഭാഗം സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം അതിൻ്റെ 2 സൈഡും ഇതേപോലെ സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ 4 പോംപോം ബോൾസ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമ്മളൊരു ഫ്ലവർ കീ ചെയിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭാഗം സെറ്റ് ചെയ്യുന്നതിനായിട്ട് യെല്ലോ കളർ യാണ് എടുക്കുക. ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ അതിൻ്റെ ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് വെക്കാം. ഇനി ഫോർക്കിൽ 70 ടൈംസ് അതേപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കാം. ഇനി അത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ത്രെഡിലേക്ക് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ടൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള എക്സ്ട്രാ പീസസ് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഇനി അതിൻ്റെ 2 സൈഡിൽ നിന്നും അതേപോലെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ യെല്ലോ പോംപോം ബോളും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന കീ ചെയിൻ ബാഗിലോ അല്ലെങ്കിൽ കീയിലോ ഒക്കെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു ത്രെഡ് എടുത്തിട്ട് ആ 2 സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ കെട്ടി കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഓരോ പോംപോം ബോൾസ് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇത് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ആദ്യം 2 എണ്ണം ഒട്ടിക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ പോംപോം ബോൾ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ബോൾസ് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈസി ആൻഡ് ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു കീ ചെയിൻ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.